ഈ വീഡിയോയിൽ ഞാൻ പേഷ്യൻസിൽ കൂടുതലായിട്ട് താരൻ ഫ്ലെയർ ചെയ്യുന്ന കുറച്ച് ട്രിഗേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്ട്രെസ്, എക്സാം, ടെൻഷൻ, നമ്മളിങ്ങനെ ഭയങ്കര ആൻഷ്യസ് ഒക്കെ ആയിരിക്കുമ്പോഴാണ് താരൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫ്ലെയർ ചെയ്ത് വരുന്നത്. രണ്ടാമത്തെ കാലാവസ്ഥ വ്യത്യാസം, ഒത്തിരി തണുപ്പ് അല്ലെങ്കിൽ ഒത്തിരി ചൂട്, എക്സ്ട്രീംസ് ഓഫ് വെതർ, എസ്പെഷ്യലി ട്രാവൽ ഒക്കെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റേ, തല ഇടയ്ക്ക് ഫ്രീക്വന്റ് വാഷ് ചെയ്യാത്ത അവസ്ഥയൊക്കെ വരുമ്പോഴാണ് ഈ താരൻ ഫ്ലെയർ ചെയ്ത് കാണാറ്. മൂന്നാമതായിട്ട് ഡയറ്റ്, പെട്ടെന്ന് ഒരു വെസ്റ്റേൺ ടൈപ്പ് ഡയറ്റ് ആക്കുക, അതായത് ഭയങ്കര ഇൻഫ്ലമേറ്ററി ഡയറ്റ്, ഹൈ ആനിമൽ പ്രോട്ടീൻ ഡയറ്റ്, ഷുഗർ, ജങ്ക് ഫുഡ്, വേ പ്രോട്ടീൻസ്, ഇതൊക്കെ ഒരു ട്രിഗർ ആയിട്ട് കാണാറുണ്ട്. അതേസമയം പ്രോബയോട്ടിക്സ്, മൈൽഡർ ഫുഡ്, പ്ലാന്റ് പ്രോട്ടീൻസ് ഒക്കെ എടുക്കുന്ന നോൺ ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുക്കുന്ന ആൾക്കാരിൽ താരൻ കുറച്ചുകൂടി കുറവായിട്ട് കാണാറുണ്ട്. നാലാമതായിട്ട് എക്സ്ട്രീം പ്രൊഡക്റ്റ് ബിൽഡപ്പ്, കുറെ ജെൽസ്, ക്രീംസ്, ലോഷൻ, ഹെവി ഓയിൽസ്, നല്ല കട്ടിയുള്ള എണ്ണയൊക്കെ തേച്ച് നമ്മളത് ഫ്രീക്വന്റ് തല വാഷ് ചെയ്യാതിരിക്കുവാണെങ്കിൽ നമുക്ക് താരൻ കൂടുതലായിട്ട് കൂടി വരും. ആണ് കോമൺ ആയിട്ട് കാണുന്ന ട്രിഗേഴ്സ്. ഇത് കൂടാതെ ചില മരുന്നുകൾ, ചില ന്യൂറോളജിക്കൽ അസുഖങ്ങൾ, സീഷേഴ്സ്, അങ്ങനെ പല മെഡിക്കൽ അസുഖങ്ങളിലും താരൻ കൂടി കാണാറുണ്ട്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.